നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ചൊല്ലി താലൂക്ക് വികസന സമിതി യോഗത്തിൽ വീണ്ടും തർക്കം. ആശുപത്രിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി അംഗങ്ങൾ സൂപ്രണ്ടിനെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി. നഗരസഭാ ചെയർപേഴ്സണും സൂപ്രണ്ടും തമ്മിൽ യോഗത്തിൽ വാഗ്വാദം. പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊല്ലുന്ന കാട്ടുപന്നികളെ വിൽപ്പന നടത്താൻ നിയമ ഭേദഗതി വേണമെന്ന മണ്ണാർക്കാട് താലൂക്ക് വികസന സമിതിയിൽ ആവശ്യം. കുടിവെള്ളക്ഷാമം നേരിടാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകി പട്ടാമ്പി താലൂക്ക് സമിതി. ഒറ്റപ്പാലത്തെ സ്വകാര്യ ITIയുടെ ക്ലാസ് മുറിയിൽ വച്ച് വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലം സഹപാഠി അടിച്ചു തകർത്തു. ഷൊർണൂർ സ്വദേശിയായ 20-കാരനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പുണ്യ റമദാനെ വരവേറ്റ് വിശ്വാസികൾ. ഇനി ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകൾ. ദാനധർമ്മങ്ങളിലും വിശ്വാസികൾ സജീവമാണ്. അലിപ്പറമ്പിൽ നവീകരിച്ച പൂവത്താണി പള്ളിക്കുന്ന് കാമ്പ്രം റോഡ് ഉദ്ഘാടനത്തെ ചൊല്ലി വിവാദം. റബ്ബറൈസ് ചെയ്ത റോഡ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് മന്ത്രി വരണ്ട എന്ന് പറഞ്ഞിട്ടില്ലെന്ന് MLA. റോഡ് മാർച്ച് 29-ന് പൊതുമരാമത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് CPM ഫ്ലക്സ് ബോർഡുകൾ. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ താലൂക്ക് ആശുപത്രിയെ ചൊല്ലി വീണ്ടും തർക്കങ്ങൾ. ആശുപത്രി മേധാവിക്കെതിരെയായിരുന്നു രൂക്ഷ വിമർശനം. ആശുപത്രിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു തർക്കങ്ങളും പരാതികളും. യോഗം തുടങ്ങുമ്പോൾ ആശുപത്രിയിൽ നിന്നും പ്രതിനിധികളാരും എത്താതിരുന്നത് മുതൽ തുടങ്ങി തർക്കം. തുടർന്ന് തഹസിൽദാറും ജനപ്രതിനിധികളും ഇടപെട്ടാണ് സൂപ്രണ്ടിനെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. ആശുപത്രിയിലുണ്ടായിരുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ പിരിച്ചുവിട്ടതിന് പകരം നിയമനം നടത്താത്തതിനെ ചൊല്ലിയായിരുന്നു ആദ്യ തർക്കം. നിയമനത്തിന് തീരുമാനിച്ച കൂടിക്കാഴ്ച നഗരസഭാ അധ്യക്ഷയുടെ അസൗകര്യം മൂലമാണ് മാറ്റിയതെന്നും സൂപ്രണ്ട് പറഞ്ഞു. എന്നാൽ തന്നോട് ആലോചിക്കാതെയാണ് കൂടിക്കാഴ്ചയ്ക്ക് തീയതി തീരുമാനിച്ചതെന്നും ഇതിൽ ചെയർപേഴ്സൺ നിർബന്ധമില്ലെന്നുമാണ് സൂപ്രണ്ട് വിശദീകരിച്ചതെന്ന് ചെയർപേഴ്സണും ആരോപിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോഗം വിളിച്ചപ്പോൾ സൂപ്രണ്ട് ഇറങ്ങിപ്പോയതായും ഇതിനെതിരെ നടപടിക്ക് ആരോഗ്യവകുപ്പിനെ സമീപിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ ഒരു ഉദ്യോഗസ്ഥനിൽ മാത്രം കുറ്റം ആരോപിക്കുന്നത് ശരിയല്ലെന്നും എല്ലാവർക്കും ഇതൊക്കെ ബാധകമാണെന്നും ഇവിടെ നവീൻ ബാബുമാരെ ഉണ്ടാക്കരുതെന്നും മുസ്ലിം ലീഗ് അംഗം PMA ജലീൽ പറഞ്ഞു. എന്നാൽ സൂപ്രണ്ടിനെ പറയുമ്പോൾ ജലീൽ എന്തിനാണ് ന്യായീകരിക്കുന്നതെന്നും ആരോപണങ്ങൾ വ്യക്തിപരമല്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നതെന്നും CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് പറഞ്ഞു. കൂടിക്കാഴ്ച നടത്തി ജീവനക്കാരെ നിയമിക്കാൻ ചെയർപേഴ്സൺ K ജാനകിദേവിയെ യോഗം ചുമതലപ്പെടുത്തി. ആശുപത്രിയിൽ കിടത്തി ചികിത്സ നൽകുന്നില്ലെന്നും മറ്റ് ആശുപത്രികളിലേക്ക് പറഞ്ഞുവിടുകയാണെന്നും മറ്റു ചില രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആരോപിച്ചു. ഡോക്ടർമാരുടെ കുറവാണ് കിടത്തി ചികിത്സ കുറയാൻ കാരണമെന്നും സൂപ്രണ്ട് മറുപടി നൽകി. യോഗത്തിൽ അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി അധ്യക്ഷയായി. K പ്രേംകുമാർ MLA, തഹസിൽദാർ CM അബ്ദുൽ മജീദ്, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊല്ലുന്ന കാട്ടുപന്നികളെ വിൽപ്പന നടത്താൻ നിയമ ഭേദഗതി വേണമെന്ന മണ്ണാർക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. ഭക്ഷ്യയോഗ്യമായ പന്നികളെ കുഴിച്ചിടുന്നത് ഒഴിവാക്കണമെന്നും ആവശ്യമുയർന്നു. താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നിശല്യം രൂക്ഷമാണെന്നും നടപടി വേണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് നഗരസഭയും കുമരംപുത്തൂർ പഞ്ചായത്തും കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇത്തരത്തിൽ കൊന്ന പന്നികളെ കുഴിച്ചിടുകയാണ് ചെയ്തത്. എന്നാൽ കൊല്ലപ്പെട്ട പന്നികളെ ആവശ്യക്കാർക്ക് വിലയ്ക്ക് നൽകാൻ സംവിധാനം ഉണ്ടാക്കണമെന്ന് അംഗം മോൻസി തോമസ് ആവശ്യപ്പെട്ടു. കാട്ടുപന്നിവേട്ടയ്ക്ക് പഞ്ചായത്തിന് വൻതുകയാണ് ചെലവ് വരുന്നത്. ഈ തുക പന്നികളെ ആവശ്യക്കാർക്ക് നൽകുന്നതിലൂടെ കണ്ടെത്താനാവുമെന്നും നിർദ്ദേശമുയർന്നു. എന്നാൽ ഈ ആവശ്യം ഉന്നയിക്കുന്നത് നിയമപരമായി ശരിയല്ലെന്ന് NCPയുടെ പ്രതിനിധി സദക്കത്തുള്ള പടലത്ത് പറഞ്ഞു. നിലവിൽ കാട്ടുപന്നികളെ ഭക്ഷിക്കുന്നത് നിയമപരമായി കുറ്റമാണെന്നും ഈ ആവശ്യം ഉന്നയിച്ച് പ്രമേയം പോലും പാസാക്കരുതെന്നും സദക്കത്തുള്ള പറഞ്ഞു. തച്ചമ്പറ മുതുകുറിശ്ശിയിൽ വിദ്യാർത്ഥിനിക്ക് നേരെയും കുമരംപുത്തൂർ അക്കിപ്പാടത്ത് തുടർച്ചയായും ഉണ്ടായ കാട്ടുപന്നി ആക്രമണങ്ങൾ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. കാട്ടുപന്നി ആക്രമണം നേരിട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നുണ്ടെന്ന് വനം വകുപ്പ് പ്രതിനിധി സഭയെ അറിയിച്ചു. പട്ടാമ്പി താലൂക്കിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാൻ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം. മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിലായിരുന്നു പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന് തടയിടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നേരിടുന്ന കുടിവെള്ളക്ഷാമം യോഗം ചർച്ച ചെയ്തു. ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ യോഗത്തിൽ നിർദ്ദേശം നൽകി. വേനൽ രൂക്ഷമാവുന്നതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാവും. കുടിവെള്ളത്തിൻ്റെ ദുരുപയോഗം കണ്ടെത്തൽ,
പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാവുന്നത് തടയുക തുടങ്ങിയ നടപടികൾ മുന്നൊരുക്കങ്ങളായി നടത്താനും യോഗം ജലവിഭവ വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. അപ്പോൾ അത് നിങ്ങൾ തന്നെ വാട്ടർ അതോറിറ്റി പ്രൊജക്റ്റും ഒരു മൊത്തത്തിൽ വേനൽക്കാലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മുൻകൂട്ടി കണ്ടെത്തുന്ന പരിശോധന നടത്തണം. സ്വയം പരിശോധന നടത്തിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടിയന്തരമായിട്ട് ചെയ്യണം. ഒരു മുൻകരുതൽ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാൻ തൃത്താല ബ്ലോക്ക് പരിധിയിൽ പൊളിച്ച റോഡുകൾ പുനഃസ്ഥാപിക്കാത്തതും യോഗം ചർച്ച ചെയ്തു. വില്ലേജ് ഓഫീസുകളിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത വിഷയം, വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന് തടയിടാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയാൻ വീടുകളിൽ നിന്ന് തന്നെ ബോധവൽക്കരണം വേണമെന്ന് പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ജനകീയ ഇടപെടൽ അനിവാര്യമാണെന്ന് മുഹമ്മദ് മൂസിൻ MLAയും യോഗത്തിൽ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MK ബേബി ഗിരിജ, A ആനന്ദവല്ലി, ഷറഫുദ്ദീൻ കളത്തിൽ, തഹസിൽദാർ TP കിഷോർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പാലത്ത് സ്വകാര്യ ITIയുടെ ക്ലാസ് മുറിയിൽ വെച്ച വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലം സഹപാഠി അടിച്ചു തകർത്തു. ഷൊർണൂർ സ്വദേശിയായ 20-കാരന്റെ മൂക്കിന്റെ പാലമാണ് തകർന്നത്. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. ഫെബ്രുവരി 19 രാവിലെ പതിവ് പോലെ ക്ലാസ് മുറിയിലെത്തിയതായിരുന്നു 20-കാരനായ സാജൻ. സഹപാഠിയായ പാലപ്പുറം സ്വദേശി കിഷോർ സാജനെ പുറകിലൂടെ വന്ന് കഴുത്തുഞ്ഞെരിക്കുകയും ശേഷം സ്വകാര്യ ഭാഗങ്ങളിലടക്കം മർദ്ദിക്കുകയും ചെയ്തതായി പിതാവ് ആരോപിച്ചു. ഒരു മുൻവൈരാഗ്യങ്ങളും ഇല്ലാതെയായിരുന്നു ആക്രമണമെന്നാണ് സാജന്റെ പിതാവ് ജയചന്ദ്രൻ പറയുന്നത്. സഹപാഠിയുടെ ക്രൂരമർദ്ദനത്തിൽ സാജന്റെ മൂക്കിന്റെ പാലം തകർന്നു. ഗുരുതരമായി പരിക്കേറ്റ സാജന്റെ ശസ്ത്രക്രിയ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയാക്കിയത്. സഹപാഠികൾക്കിടയിൽ വെച്ച് മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മണ്ണാർക്കാട് ചങ്ങിലേരിയിൽ സഹോദരിയുടെ മകന്റെ കുത്തേറ്റ് യുവാവിന് പരിക്ക്. പറമ്പുള്ളി ചക്കിങ്ങൽ 48-കാരനായ രാജുവിനാണ് വയറിന് കുത്തേറ്റത്. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. രാജുവിന്റെ സഹോദരിയുടെ മകൻ 28-കാരനായ പ്രശാന്തിനെതിരെ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു. പ്രശാന്ത് മുത്തശ്ശി ആനിയോട് പണം ആവശ്യപ്പെട്ട് ബഹളം ഉണ്ടാക്കിയത് ചോദിക്കാൻ ചെന്ന രാജുവിന്റെ വയറ്റിൽ മൂർച്ചയുള്ള ആയുധം വെച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ രാജു താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പരിക്ക് ഗുരുതരമുള്ളതല്ല. നേരത്തെയും പ്രശാന്ത് ആക്രമിച്ചിരുന്നതായി രാജു പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട്. ഇന്ത്യമും കഞ്ചാവും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മുടെ അനിയൻ്റെ ഭാര്യനെ അവൻ തല്ലി. അത് കഴിഞ്ഞ് പിടിക്കാൻ ചെന്നപ്പോൾ കത്തിരി തന്നെ കുത്തിപ്പാട്. അപ്പോൾ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കേസുകൾ ഇതുണ്ട്, കണ്ടമാനം കേസുണ്ട് പോലീസ് ഇതിൽ. അപ്പോൾ മല്ലിയിലും ഈ രണ്ടാമതായിട്ട് ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് ഈ ചെക്കൻ അതിലിട്ടതാണെന്നും അറിയില്ല. കാരണം കണ്ടമാനം 3-4 കേസുണ്ട് അവൻ്റെ പേർക്ക്. അവൻ്റെ പേർക്ക് 3-4 കേസ് പറഞ്ഞാൽ 3-4 കേസുണ്ട് അവൻ്റെ പേർക്ക്. എന്നിട്ടും പോലീസുകാർ ഇതിനൊന്നും ഇവരാരും ഒന്നും പറയണമില്ല, കേൾക്കണമില്ല. അങ്ങനെ 2 ദിവസം പോലീസ് സ്റ്റേഷനിൽ വരും, 3-ാമത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങും. രാവിലെ ഡ്യൂട്ടിക്ക് പോകും, രാവിലെ സ്കൂളിലെ ഡ്യൂട്ടി. അപ്പോൾ കുട്ടികൾ 2-3 കുട്ടികൾ മാത്രമേ വരും. അപ്പോൾ വരെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യാം, ഞങ്ങൾക്ക് നിവർത്തിയില്ല. ഞങ്ങളുടെ ആകെ മനസ്സിലിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് പണിക്കും തൊഴിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ പണി ഉണ്ടായി പണിക്ക് പോകും, കുടിക്കുക, രാത്രി വന്ന് തെറിപ്പാട്ടാണ് മുക്കുക. രാവിലെ ആണെങ്കിൽ വൈകുന്നേരം വരെ കടന്നുറങ്ങും. രാത്രിയാണ് വെള്ളം കൂടി കോരാൻ ഇറങ്ങണം. ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. സംഭവം വെറുതെ വന്ന് ഇളച്ചിട്ട് മുതുക് ഇടിച്ചിട്ട് അങ്ങനെ മണ്ടി. ഞാൻ അവളെ കൊണ്ട് ആശുപത്രിക്ക് ഒരു മൂപ്പര് ചെന്നപ്പോഴാണ് എന്താ കാണിച്ചു ചോദിച്ചപ്പോൾ അത്ര കുത്തി. തീരെ ജീവിക്കാൻ പറ്റാത്ത. രാവിലെ അവനോട് പൈസ ചോദിച്ചു. രാവിലെ എൻ്റെ പേർക്കുട്ടി രാവിലെ പൈസ ചോദിച്ചു. പ്രശാന്ത് പൈസ ചോദിച്ചു. അവൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി കൊന്നു. മേലിന് അവൻ നിൽക്കണ വീട്ടും താഴത്തേക്ക്. അതിൽ ഇവിടെ ഞാൻ വാർത്തങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ തല്ലുകൂടണം ഞാൻ കണ്ടത്. BMBC സംവിധാനത്തിൽ നവീകരിച്ച ആലിപ്പറമ്പിലെ പൂവത്താണി പള്ളിക്കുന്ന കാമ്പറം റോഡ് ഉദ്ഘാടനം ചെയ്തു. നജീബ് കാന്തപുരം MLA സംസ്ഥാന ബജറ്റിൽ സമർപ്പിച്ച പദ്ധതികളിൽ 2022-2023 സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 5.5 കോടി രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. നജീബ് കാന്തപുരം MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എതിർപ്പുകൾ ഉയർന്നത് കാരണം വൻ പോലീസ് സന്നാഹത്തിലാണ് ഉദ്ഘാടനം നടന്നത്. 2022-23 വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് പൂവത്താണി പള്ളിക്കുന്ന് കാമ്പറം റോഡിന് 5.5 കോടി രൂപ അനുവദിച്ചത്.
പൂവത്താണി മുതൽ പള്ളിക്കുന്ന് ജംഗ്ഷനിലൂടെ മണ്ണാത്തിക്കടവ് വരെ 4.80 കിലോമീറ്റർ ദൈർഘ്യത്തിൽ BMPC സംവിധാനത്തിൽ റോഡിന്റെ നവീകരണം പൂർത്തിയാക്കി. പൂവത്താണിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. പുതിയ റോഡിലൂടെ തുറന്ന വാഹനത്തിൽ കാമ്പ്രം മണ്ണത്തിക്കടവിലെ ഉദ്ഘാടന വേദിയിലേക്ക് MLA, ജനപ്രതിനിധികൾ, നേതാക്കൾ തുടങ്ങിയവരെ ആനയിച്ചു. ആലിപ്പറമ്പിലെ റോഡ് ഉദ്ഘാടനത്തിന് മന്ത്രി വരണ്ട എന്ന് പറഞ്ഞിട്ടില്ലെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. മന്ത്രിയെ നിരന്തരമായി ക്ഷണിച്ചിരുന്നു. മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് MLA ആയ ഞാൻ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നും ഉദ്ഘാടനത്തെ ചൊല്ലി പ്രദേശത്തെ ചിലർ ആവശ്യമില്ലാതെ വിവാദം ഉണ്ടാക്കുകയാണെന്നും MLA പറഞ്ഞു. ഇവിടെ ആരാണ് മന്ത്രി വരണ്ടെന്ന് പറഞ്ഞത്? മന്ത്രിയെ ഞാൻ ഇക്കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മന്ത്രിയെ നിരന്തരമായി ക്ഷണിച്ചു. മന്ത്രി എന്നോട് പറഞ്ഞു, ഞങ്ങളെ പാർട്ടി സമ്മേളനം നടക്കുകയാണ് ഈ മാർച്ചില്. ഈ നോമ്പുകാലം മുഴുവനും പാർട്ടി സമ്മേളനമാണ്, സംസ്ഥാന സമ്മേളനമാണ് CPM-ന്റെ. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പലവട്ടം മന്ത്രിയെ ക്ഷണിച്ചു. അപ്പൊ മന്ത്രിക്ക് സ്വാഭാവികമായും പരിപാടി ഉണ്ടാകുമ്പോ ഞാൻ മന്ത്രിയോട് പറഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞു നിൽക്കുകയാണ്, ഒന്നുകിൽ ഇതിന്റെ ഉദ്ഘാടനം നിങ്ങൾ വന്ന് നടത്തണം, അല്ലെങ്കിൽ ഉദ്ഘാടനം ഞാൻ ചെയ്യട്ടെ. മന്ത്രി സന്തോഷപൂർവ്വം പറഞ്ഞു, എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, MLA റോഡ് ഉദ്ഘാടനം ചെയ്തോളൂ. അങ്ങനെയാണ് 28-ാം തീയതിക്ക് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ചില ആൾക്കാർക്ക് ഹാലളക്കം. എന്താ നിങ്ങളെ ഹാലളക്കത്തിന്റെ പ്രശ്നം? ഈ റോഡ് ഞങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ സന്തോഷത്തോടെ മന്ത്രിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാണ്, മന്ത്രി സമ്മതിച്ചതാണ്, ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ സംസാരിച്ചതാണ്. ഇവിടെ എന്തിനാണ് നിങ്ങൾ വിവാദം ഉണ്ടാക്കുന്നത്? ചില ആൾക്കാർക്ക് പരിപാടി എന്താ വെച്ചാൽ ഓർക്കൊന്ന് കോലിട്ടളക്കണം. സാങ്കേതിക തടസ്സങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ നൂലാമാലകൾ മറികടന്നാണ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തിയതെന്നും ഈ റോഡിന്റെ പൂർത്തീകരണത്തിന് 1 വർഷത്തെ ഫണ്ട് മുഴുവനായി ചിലവഴിച്ചുവെന്നും നജീബ് കാന്തപുരം MLA വ്യക്തമാക്കി. കിട്ടേണ്ട ക്രെഡിറ്റ് നമുക്കിനെ കിട്ടണം. ആരാന്റെ മക്കളെ വാപ്പാന്ന് പറയുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല എന്ന് ആദ്യമായിട്ട് ഇവിടുത്തെ CPM-കാരോട് ഞങ്ങൾ പറയാണ്. ഞങ്ങൾ അവനാന്റെ കുട്ടികളെ തന്നെ വിളിക്കുള്ളൂ. പിന്നെ ഈ കുട്ടി ഉണ്ടായതിന് ഞങ്ങള് ഒരു നല്ല ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? ഒരു നാട്ടില് ഒരു റോഡ് കൊടുക്കുമ്പോ ആ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കണം. അതുകൊണ്ടാണ് നമ്മള് കാമ്പ്രം മുതൽ പൂവത്താണി വരെ, കാമ്പ്രം പള്ളിക്കുന്ന് പൂവത്താണി റോഡ് പൂർണ്ണമാക്കാൻ വേണ്ടി 1 വർഷത്തെ മുഴുവൻ ഫണ്ടും വേണമെന്ന് പറഞ്ഞപ്പോ, എന്നാൽ ആ മുഴുവൻ ഫണ്ടും ഇതിനിരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് അത് തീർക്കാൻ തന്നെയാണ്. എന്നിട്ടും പോരായ്മ വന്നു. അടുത്ത വർഷത്തെ 50 ലക്ഷം കോടി നിങ്ങൾക്കറിയാലോ. ഒരു MLA-ക്ക്, നമ്മളെ പ്രതിപക്ഷത്തുള്ള MLA-ക്ക് 5 കോടിയാണ് ഇവര് കൊടുക്കുക. ആ 5 കോടി നമ്മുടെ 6 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും ചെലവാക്കാനാണ് തരുന്നത്. അത് മുഴുവനും ഈ റോഡിന് വെച്ചത് എന്തുകൊണ്ട് വെച്ചാൽ ഈ നാട്ടുകാർ അത് അർഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോഡിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രിയെ കൊണ്ടുവരുന്നതിന് ആരും എതിരെ നിന്നിട്ടില്ലെന്നും റോഡ് ഉദ്ഘാടനം നിറം കെടുത്താനും വികലമാക്കാനും ചിലർ ശ്രമിച്ചതായി AK മുസ്തഫ ആരോപിച്ചു. MLA-ക്കെതിരെയുള്ള നീക്കം അനുവദിക്കില്ലെന്നും AK മുസ്തഫ പറഞ്ഞു. മന്ത്രിയെ പങ്കെടുപ്പിക്കാനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിനും ആരാ എതിര്? ഒരാളും എതിരല്ല. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഭരണകൂടത്തിനൊപ്പം നിന്നുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളെ ഒക്കെ അതിൽ പങ്കെടുപ്പിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങള്. പക്ഷെ ഇവിടെ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കി ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങിനെ വികലമാക്കുന്നതിന് വേണ്ടി, ഇതിന്റെ നിറം കെടുത്തുന്നതിന് വേണ്ടി അവസാന നിമിഷം പുറത്തിറങ്ങിയ ആളുകളെ കുറിച്ചാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ മാനു സാഹിബ് സൂചിപ്പിച്ചത്. ഒരു മന്ത്രി എന്നുള്ള നിലക്കുള്ള പരിഗണന മന്ത്രിക്ക് കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. ഞങ്ങളും മന്ത്രിമാരുടെയൊക്കെ കൂടെ ജോലി ചെയ്തവരാണ്. ഞങ്ങൾക്കും മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്കും ഈ നാട്ടിൽ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. ഒരു മന്ത്രിക്ക് കൊടുക്കേണ്ടുന്ന പരിഗണന എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഞങ്ങളെ നിങ്ങൾ ആരും പഠിപ്പിക്കേണ്ടതില്ല. അതുപോലെ തന്നെയാണ് ഒരു MLA-ക്ക് കിട്ടുന്ന പരിഗണന. ആ പരിഗണന അതെങ്ങാനും നിഷേധിക്കാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്നാണ് അതേക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK മാനു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CT നൌഷാദ് അലി, PK നവാസ്, MP മജീദ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് NP മോഹൻദാസ്, മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് AK നാസർ,
ജനറൽ സെക്രട്ടറി എസ് അബ്ദുൽ സലാം, സിദ്ദീഖ് വാഫി തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം മാർച്ച് 29-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് റോഡ് ഉദ്ഘാടനം ചെയ്യുമെന്ന ഫ്ലെക്സ് ബോർഡുകൾ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. CPM ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്നങ്ങളിൽ സമയബന്ധിത ഇടപെടൽ ഉറപ്പുവരുത്താൻ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ പ്രാഥമിക പ്രതികരണ സേന രൂപീകരിച്ചു. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസിന് കീഴിൽ കൂട്ടപ്പാടം പഞ്ചായത്തിൽ ഉൾപ്പെടെ 4 PRTകളായിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള വനം വകുപ്പിന്റെ പുതിയ കർമ്മപരിപാടിയുടെ ഭാഗമായാണ് നടപടി. വനം വകുപ്പ് ജീവനക്കാർ സംഘർഷ പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നതിന് മുമ്പേ ഈ ടീമുകൾ അടിയന്തരമായി എത്തുകയും പ്രശ്നപരിഹാരത്തിനാവശ്യമായ പ്രാഥമിക നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. വനാതിർത്തി പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങുന്ന സാഹചര്യങ്ങളിൽ അവയെ പ്രതിരോധിച്ച് തിരികെ വനത്തിലേക്ക് കയറ്റി പൊതുജനങ്ങൾക്ക് സുരക്ഷയൊരുക്കുക, അടിയന്തര ഘട്ടങ്ങളിൽ വനപാലകരുമായി സഹകരിച്ച് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശീയരായ സന്നദ്ധ സേവകരുടെ സേനയ്ക്ക് രൂപം നൽകിയത്. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ കോട്ടോപ്പാടം പഞ്ചായത്തിലെ കരടിയോട്, മണ്ണാർക്കാട് ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലെ തത്തേങ്ങലം, പാലക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലെ ഇരുമ്പകച്ചോല, ഇഞ്ചിക്കുന്ന് എന്നിവിടങ്ങളിൽ 15 പ്രാഥമിക പ്രതികരണ സേനയെയാണ് രൂപീകരിച്ചിട്ടുള്ളത്. അമ്പലപ്പാറ, കച്ചേരിപ്പറമ്പ്, കല്ലടിക്കോട്, പൂഞ്ചോല തുടങ്ങിയ പ്രദേശങ്ങളിലും സേന രൂപീകരിക്കുമെന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ N. സുബൈർ പറഞ്ഞു. റമദാൻ മാസത്തെ വരവേറ്റ വിശ്വാസികൾ ഇനി ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകൾ. ഈ പുണ്യമാസം വലിയ സന്ദേശമാണ് നൽകുന്നത്. ഇസ്ലാം മത വിശ്വാസികൾ പുണ്യമാസത്തെ വരവേറ്റു. 30 നാളുകൾ പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വ്രതമനുഷ്ഠിക്കും. ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനയിലും വിശ്വാസികളും മുഴുകും. ദിവസവും നിർബന്ധമായും ചെയ്യേണ്ട 5 നേരത്തെ നമസ്കാരത്തിനു പുറമെ റമദാൻ മാസത്തിലെ രാത്രിയിൽ ദൈർഘ്യമേറിയ തറാവീഹ് നമസ്കാരവും വിശ്വാസികൾ നിർവഹിക്കും. വ്രതാനുഷ്ഠാനത്തിലൂടെ വലിയ സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, കഠിനമായ യജ്ഞത്തിലൂടെ പുതിയ മനുഷ്യനെ രൂപപ്പെടുത്താനും വിശുദ്ധമായ വഴി തെളിയിക്കാനുമുള്ള പരിശീലന കാലം കൂടിയാണ് റമദാൻ. റമദാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലും വിശ്വാസികൾ ശ്രദ്ധ നൽകുന്നു. മഹൽ കമ്മിറ്റികളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ജീവിതത്തിൽ കിട്ടുന്ന അനർഘമായ നിമിഷങ്ങളിൽ, മാസങ്ങളിൽ, ദിനരാത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് റമളാനു ശരീഫ്. വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുന്നത്. മറ്റിതര ജീവജാലങ്ങൾ നാം കരുണ കാണിക്കണം. ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചായിട്ട് കാണാം, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാഹ്. ഭൂമിയുള്ള സൃഷ്ടി ചരാചരങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കണമെങ്കിൽ ആകാശത്തിൻ്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കരുണ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാരുണ്യത്തിൻ്റെ 10 ഏറ്റവും കൂടുതൽ കരുണ ചോദിച്ച് മറ്റുള്ളവർക്ക് കരുണ ചെയ്യുന്നവരായിക്കൊണ്ട് നാം മാറണം. സ്വാന്തന പ്രവർത്തനങ്ങളിലൂടെ, അതുപോലെ വിശുദ്ധമായ ഖുർആനിലൂടെ, തസ്ബീഹിലൂടെ, തഹ്മീദിലൂടെ, തഹ്ലീലിലൂടെ, സ്വലാത്തിലൂടെ നാം ഈ വിശുദ്ധമായ റമളാനു ശരീഫിന് സുഹൃതങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുരുഷന്മാരാകുന്ന ആളുകൾ മുഴുവനും, കുട്ടികളും അടങ്ങുന്ന എല്ലാവരും മഹത്തായ പള്ളിയിലേക്ക് തറാവീഹ് അടക്കമുള്ള മുഴുവൻ സുഹൃതങ്ങളിലും പങ്കാളികളാവുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരും സ്ത്രീകളുമെല്ലാം അവരുടെ ഭവനങ്ങളിൽ ഇബാദത്തുകളെ കൊണ്ട്, തറാവീഹ് നിസ്കാരങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, ഇബാദുർ റഹ്മാനിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. ഇഫ്താർ സംഗമങ്ങളും പതിവാണ്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ K. പ്രേംകുമാർ MLA നേതൃത്വത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ മാനത്തോളം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച നിയോജക മണ്ഡലത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ ദ്വിദിന സംഗമത്തിന് സമാപനമായി. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ K. പ്രേംകുമാർ MLA നേതൃത്വത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ മാനത്തോളം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച നിയോജക മണ്ഡലത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ ദ്വിദിന സംഗമത്തിനാണ് സമാപനമായത്. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. എന്ത് ചെയ്യാനാവണം എന്നതിനെ കുറിച്ചുള്ള ആശങ്കയും അതുപോലെ അതിനുള്ള ഉത്തരവും ഒക്കെ തന്നെയാണ്
ഇത്തരമൊരു പരിപാടിയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ എല്ലാ MLA-മാരും അതാത് നിയോജക മണ്ഡലത്തിനകത്ത് ഈ ഒരു പ്രവർത്തനം ഇതുപോലെ ഏറ്റെടുത്ത് നടപ്പിലാക്കിയാൽ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് അത് വലിയ തോതിലുള്ളൊരു എനർജി ആയിരിക്കും ഉണ്ടാക്കി തരിക. കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്ഥിരം സമിതി ചെയർമാൻ കെ അബ്ദുൽ നാസർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ശ്രീധരൻ, പ്രീത മോഹൻദാസ്, മാനത്തോളം പദ്ധതി കൺവീനർ AP കേലു, SSK ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ പ്രഭാകരൻ, വെങ്കിട അയ്യർ, സ്വയംപ്രഭ എന്നിവർ സംസാരിച്ചു. M ഹർഷ, ഡോക്ടർ PT ബാബുരാജ്, ഡോക്ടർ AK അബ്ദുൽ ഹക്കീം, അഡ്വക്കേറ്റ് MV ജയാഡാളി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കളെ നേരിൽ കേട്ട് കുട്ടികൾക്ക് കൂടുതൽ മികച്ച വിദ്യാഭ്യാസത്തിനും പുനരധിവാസത്തിനും ഏതൊക്കെ വിധത്തിലുള്ള ഇടപെടലുകൾ നടത്താനാകുമെന്ന് പരിശോധിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം ട്രാഫിക് യൂണിറ്റ് കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന LSQ പോലീസ് ക്വാർട്ടേഴ്സുകളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഒറ്റപ്പാലം ട്രാഫിക് യൂണിറ്റ് കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന LSQ പോലീസ് ക്വാർട്ടേഴ്സുകളുടെ നിർമ്മാണോദ്ഘാടനമാണ് ശനിയാഴ്ച നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഉദ്ഘാടനവും ശിലാസ്ഥാപനവും എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. മൊത്തം 36 പദ്ധതികളാണെങ്കിലും നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി സൂചിപ്പിച്ചു, 2 പദ്ധതികളെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയണമെന്നാണ് തോന്നുന്നത്. ഒന്ന്, AI എനേബിൾഡ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ, SOC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. നേരത്തെ പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് തന്നെ പുതുമയുള്ള ഒന്നാണ്, ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് ഇത്തരമൊന്ന് ആരംഭിക്കുന്നത്. ചടങ്ങിൽ അധ്യക്ഷനായ കെ പ്രേംകുമാർ MLA ഫലകം അനാച്ഛാദനം ചെയ്തു. സേനാംഗങ്ങൾക്കായി മുസ്ലിം ഒരു പ്രശ്നം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സ്നേഹവിരുന്നിലേക്ക് ഏവരെയും സ്വാഗതം. നാടിൻ്റെ ക്രമസമാധാനം കാത്തു സംരക്ഷിക്കാനും പ്രാപ്തമായ സേനയായി പോലീസ് സേന മാറിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി വർഗീയമായ സംഘർഷങ്ങളും കലാപങ്ങളും ഇല്ലാത്ത നാടാക്കി നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതാണ് പോലീസിൻ്റെ സേവനം എന്ന് പറയുന്നത്. അഡീഷണൽ SP PC ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, ഒറ്റപ്പാലം SHO അച്യുത് അശോക് IPS, ഷൊർണൂർ DYSP R മനോജ് കുമാർ, ഒറ്റപ്പാലം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് A അജീഷ്, KPOA പ്രസിഡന്റ് സത്യൻ, KPS സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. വെളിനഴി ഗ്രാമപഞ്ചായത്ത് നൽകിവരുന്ന നിവാബം ഗ്രാമകലാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. നിവാബം 2025 കഥകളി പുരസ്കാരം പ്രശസ്ത മദ്ദള കലാകാരൻ കലാമണ്ഡലം തൃപ്പലമുണ്ട നടരാജ വാര്യർക്കും, ഗ്രാമകലാ പുരസ്കാരം നന്ദുണി പാട്ടുകലാകാരൻ വടുമണ്ണ മാധവനുമാണ് നൽകുന്നത്. മാർച്ച് 11 നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ ചെർപ്പളശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ സ്മരണയ്ക്കായി 2014 മുതലാണ് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് നിവാബം കഥകളി പുരസ്കാരം നൽകി വരുന്നത്. വെള്ളിനേഴി പ്രദേശത്തെ വിവിധ കലാരംഗത്തുള്ളവർക്കാണ് ഗ്രാമകലാ പുരസ്കാരം നൽകുന്നത്. മാർച്ച് 11 വൈകിട്ട് 5 വെള്ളിനേഴി GLP സ്കൂളിൽ സംഘടിപ്പിക്കുന്ന കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ 12ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിൽ വച്ച് നിവാബം 2025 കഥകളി പുരസ്കാരം പ്രശസ്ത മദ്ദള കലാകാരൻ കലാമണ്ഡലം തൃപ്പലമുണ്ട നടരാജ വാര്യർക്കും, ഗ്രാമകലാ പുരസ്കാരം നന്ദുണിപ്പാട്ടു കലാകാരൻ വടുവണ്ണ മാധവനും സമ്മാനിക്കും. ആശാന്റെ കുടുംബം യുവ കഥകളി നടന്മാർക്കായി ഏർപ്പെടുത്തിയ രാജസം പുരസ്കാരവും ചടങ്ങിൽ പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ നെടുമ്പള്ളി രാമോഹന് നൽകും. പുരസ്കാര സമർപ്പണ സമ്മേളനം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ എന്നിവർ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. 12ാമത് ചരമവാർഷികം ആചരിക്കുന്നതിന്റെ ഭാഗമായി വെള്ളിനേഴി GLP സ്കൂളിൽ വെച്ച പരിപാടി മാർച്ച് 11 വൈകുന്നേരം GLP സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലാണ് നിവാബം പുരസ്കാരം വിതരണം ചെയ്യുന്നത്. പ്രമുഖ മദ്ദള കലാകാരൻ ഗ്രാമമണ്ഡലം തൃപ്പലമുണ്ട നടരാജ വാര്യർക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് ഈ വർഷം ആലോചിച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അതിന് 10,000 രൂപയും പ്രശസ്തി പത്രവും അതുപോലെ തന്നെ പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഫലകവും അംഗവസ്ത്രവും കൊടുക്കുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള വിവിധ വിഭാഗം കലാകാരന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് ഗ്രാമകലാ പുരസ്കാരം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് എല്ലാ വർഷവും കൊടുത്തു വരാറുണ്ട്. അത് ഈ വർഷം നമ്മുടെ വെള്ളിനേഴി പഞ്ചായത്തിലെ തന്നെ കുറ്റാനശ്ശേരി മേഖലയിൽ നാടൻ കലയുമായി ബന്ധപ്പെട്ട നന്ദൂർണിപ്പാട്ട് അവതരിപ്പിക്കുന്ന വടുവണ്ണ മാധവൻ എന്ന കലാകാരനാണ് ഈ ഗ്രാമകലാ പുരസ്കാരം ഈ വർഷത്തെ വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. അതും ഗ്രാമപഞ്ചായത്ത് ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും. മറ്റൊന്ന് രാജസം പുരസ്കാരം ആശാന്റെ കുടുംബം വിതരണം ചെയ്യും. അത് നാരായണകുട്ടിയോടെ ആശാന്റെ മകനോടെ പ്രഖ്യാപിക്കും. ഈ പരിപാടിയോടനുബന്ധിച്ച് ദിവാപം പുരസ്കാരം വിതരണം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ പരിപാടി പങ്കെടുത്ത് വിതരണം ചെയ്യും. അതുപോലെ തന്നെ ഗ്രാമകലാ പുരസ്കാരം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് വിതരണം ചെയ്യും. വിവിധ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പങ്കെടുക്കും. MLA-മാരൊന്നും ഇവിടെ സ്ഥലത്തില്ലാത്തൊരു വിഷയം ഉണ്ടാകുന്നുണ്ട്. ആ നിലയ്ക്ക് MLA-മാർ പങ്കെടുക്കുന്നുണ്ടാവില്ല. മട്ടന്നൂരാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കും. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി, വൈസ് പ്രസിഡന്റ് KM പരമേശ്വരൻ, PK ശശിധരൻ, കലാമണ്ഡലം ഹരിനാരായണൻ, V രാമൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU പട്ടാമ്പി താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക, അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU പട്ടാമ്പി തൃത്താല ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനം അതിവേഗം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക്, വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക്, അതുപോലെ തന്നെ ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ, സാമൂഹ്യപരമായ കാര്യങ്ങളിൽ എല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം കാര്യങ്ങൾ ഇടപെട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ 1.5 കോടി മലയാളികൾ അടങ്ങുന്നവർ, ഇന്ത്യ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലെ ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുന്നത് അവരുടെ ജീവിത രീതികളെ സംബന്ധിച്ചും അവരുടെ സാമ്പത്തിക സാമൂഹ്യ മേഖലയിലുള്ള പുരോഗതിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ മാനുഷികമായ മേഖലയിലുള്ള അവരുടെ വളർച്ചയെ സംബന്ധിച്ചും അവരുടെ ശാരീരികവും മാനസികവുമായുള്ള ആരോഗ്യത്തിന്റെ കരുത്തിനെ സംബന്ധിച്ചും അവരുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലെ പുരോഗതിയെ സംബന്ധിച്ചൊക്കെ ലോക അടിസ്ഥാനത്തിൽ നടത്തി. യൂണിയൻ തൃത്താല ഏരിയ സെക്രട്ടറി TP കുഞ്ഞുണ്ണി അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, യൂണിയൻ പട്ടാമ്പി ഏരിയ സെക്രട്ടറി M ശങ്കരൻകുട്ടി, തൃത്താല ഏരിയ പ്രസിഡന്റ് KP ശ്രീനിവാസൻ, പട്ടാമ്പി ഏരിയ പ്രസിഡന്റ് PT അബൂബക്കർ എന്നിവർ സംസാരിച്ചു. കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ശീവേലിപ്പുരയുടെയും ക്ഷേത്ര കമാനത്തിൻ്റെയും ഉദ്ഘാടനം നടന്നു. തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാരം ചടങ്ങിൽ തിരുത്തുമുക്ക് ഗോവിന്ദൻ നമ്പൂതിരിക്ക് നൽകി. പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ ക്ഷേത്ര കമാനം, ശീവേലിപ്പുര, താലികെട്ട് മണ്ഡപം എന്നിവയുടെ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച നടന്നത്. കമാനം ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രനും, ശീവേലിപ്പുര ഉദ്ഘാടനം MR മുരളിയും, താലികെട്ട് മണ്ഡപ ഉദ്ഘാടനം ക്ഷേത്രം തന്ത്രി മേൽമുണ്ടയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരിയും നിർവഹിച്ചു. മുനിസിപ്പൽ അംഗങ്ങളായ KM ഇസ്ഹാക്ക്, K രജനി, നിർമ്മല, N കവിത ടീച്ചർ എന്നിവർ സംസാരിച്ചു. സമർപ്പണങ്ങൾ നടത്തിയ മായ ദിനേശ് ബാംഗ്ലൂർ, ബാലചന്ദ്രൻ, രമണി പുത്തൻവീട്, മഹേഷ് കോഴിക്കോട്, ബാലചന്ദ്രപിള്ള ബാംഗ്ലൂർ എന്നിവരെ MR മുരളി ഷാൾ അണിയിച്ചു. ദേവസ്വത്തിന്റെ സ്നേഹാദരവും നൽകി. തുടർന്ന് പാരമ്പര്യ ട്രസ്റ്റിയായും വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറിയായും മേൽശാന്തിയായും സേവനമനുഷ്ഠിച്ച കൊയ്ത്തൊടിമന വാസുദേവൻ നമ്പൂതിരി അനുസ്മരണവും തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാര സമർപ്പണവും നടന്നു.
പുരസ്കാരം തിരുത്തുമുക്ക് ഗോവിന്ദൻ നമ്പൂതിരിക്ക് ചടങ്ങിൽ നൽകി. ക്ഷേത്രത്തിൻ്റെ അഭ്യുന്നതിക്കായി നല്ല പങ്കുവഹിച്ചിട്ടുള്ള എല്ലാവരെയും അവരുടെ കുടുംബത്തെയും ഞാൻ ഹൃദയം തുറന്ന് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയും ഒരു ക്ഷേത്രം എന്നത് ക്ഷേത്രത്തിൻ്റെ നവീകരണം എന്നുള്ളത് അത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാടിൻ്റെ പുണ്യമാണ്. ഒരു ക്ഷേത്രം നാശോന്മുഖമായി കൊണ്ടിരിക്കുന്നു, ജീർണാവസ്ഥയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നാടിൻ്റെ ഒരു ഐശ്വര്യത്തിനൊട്ടും യോജിക്കുന്നതല്ല. പാലക്കാട് കളക്ട്രേറ്റ് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ച് ചെർപ്പളശ്ശേരിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ലാത്തിച്ചാർജിൽ യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടിക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്തുണ നൽകിയും ലഹരി മാഫിയക്കെതിരെ നിഷ്ക്രിയമായ ആഭ്യന്തര വകുപ്പിനെതിരെയും പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത ഷൊർണൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടി ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ ക്രൂരമായി പോലീസ് തല്ലിച്ചതച്ച നടപടിക്കെതിരെയാണ് ചെർപ്പളശ്ശേരി ടൗണിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. തുടർന്ന് നടന്ന യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സുബീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി യോഗം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെ വിനോദ് കളത്തൊടി എന്ന് പറയുന്ന ആ നേതാവിന്റെ നേരക്ക് അവന്റെ വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഭരണം മാറിക്കഴിഞ്ഞാൽ തെരഞ്ഞു പിടിച്ച് ഞങ്ങൾ വരുമെന്ന്. ഇനി ഇവർ എവിടെ പോയിട്ടില്ലെങ്കിലും ഇവർക്ക് അങ്ങനെ ഞങ്ങളെ യൂത്ത് കോൺഗ്രസ്സുകാരനെ നെഞ്ചത്ത് ചവിട്ടുക. എന്താണോ പിണറായി വിജയന്റെ പോലീസിനെന്താ പേ അടക്കി വല്ല പേനായകളെ പോലെ ആയിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ പാർട്ടി പ്രവർത്തകർക്ക് നേരെ ഞങ്ങൾ ഈ നിൽക്കുന്ന പ്രവർത്തകരാ, ഇവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതാണ് ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. വിനോദ് കളത്തൊടിക്ക് സംരക്ഷണം കൊടുക്കാൻ ചെറുപ്പളശ്ശേരിയിലെ കോൺഗ്രസ് ഉണ്ടാകുമെന്നാണ് പോലീസുകാരോട് പറയാനുള്ളത്. മണ്ഡലം പ്രസിഡന്റ് പി അക്ബർ അലി, ചെർപ്പളശ്ശേരി നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് കെ എം ഇസാഖ്, യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് പി ആർ ജിഷിൽ എന്നിവർ സംസാരിച്ചു. KSU ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് യാസിർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷമീർ ഇറക്കിങ്ങൽ, VG ദീപേഷ്, ആഷിഖ് വീട്ടിക്കാട് എന്നിവർ നേതൃത്വം നൽകി. നെല്ലായ പൊമ്പിലായ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേലയും പ്രതിഷ്ഠാദിന മഹോത്സവവും വർണ്ണാഭമായി. വാദ്യഘോഷ അകമ്പടികളോടെ നടന്ന കാളവരവ് ഗ്രാമവീഥികളെ വർണ്ണാഭമാക്കി. പൊമ്പിലായ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേലയും പ്രതിഷ്ഠാദി മഹോത്സവവുമാണ് ഫെബ്രുവരി 28, മാർച്ച് 1 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത്. ക്ഷേത്രം തന്ത്രി അകത്തേകുന്നത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന പരിപാടികൾ ഭക്തിസാന്ദ്രമായി. വെള്ളിയാഴ്ച വിശേഷാൽ തന്ത്രിപൂജകളും വൈകിട്ട് ദീപാരാധനയും ഡബിൾ തായമ്പകയും അരങ്ങേറി. രാത്രി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഇണക്കാളകളുടെ വരവും നടന്നു. വാദ്യഘോഷ അകമ്പടികളോടുകൂടിയുള്ള കാളവരവ് വർണ്ണാഭമായി. ശനിയാഴ്ച രാവിലെ വിവിധ വിശേഷാൽ പൂജകളും മഹാഗുരുതിയും സമൂഹ സദ്യയും നടന്നു.
അലനല്ലൂർ കുളപ്പറമ്പ് സ്വദേശിയായ PM കേശവൻ നമ്പൂതിരി മാഷിനെ അനുസ്മരിച്ച് ജന്മനാട്. അനുസ്മരണവും വിദ്യാഭ്യാസ സെമിനാറും കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ചെയർമാൻ K. ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും ഗ്രന്ഥശാല പ്രവർത്തകനുമായിരുന്ന PM കേശവൻ നമ്പൂതിരി മാഷിന്റെ രണ്ടാമത് അനുസ്മരണമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം അലനല്ലൂരിൽ നടന്നത്. പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സെമിനാറുമുണ്ടായി. അലനല്ലൂർ SK ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ചെയർമാൻ K. ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. കേരളം ഒരു വിജ്ഞാന സമൂഹമാണോ? ഓൾറെഡി അത് അങ്ങനെ ആയിട്ടുണ്ടോ? അതോ അത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്? നമ്മളൊരു നോളജ് സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു വിസ്ഡം സൊസൈറ്റിയിലേക്ക് നീങ്ങുന്ന ഒരു സമൂഹമാണ് പറഞ്ഞ സ്പെസിഫിക് ആവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിലവിലൊരു വിജ്ഞാന സമൂഹമാണോ അതോ വിജ്ഞാന സമൂഹമാകാൻ പോകുന്ന സമൂഹമാണോ? ഏതാണ്? ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ എന്തെങ്കിലും പറയാന്നുള്ളതാണ് രണ്ടാമത്തെ വലിയൊരു കാര്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിജ്ഞാന സമൂഹത്തിലെ വിദ്യാഭ്യാസം ഒരു കാര്യമാണ്, വിജ്ഞാന സമൂഹത്തിലേക്ക് നീങ്ങുന്ന സൊസൈറ്റിയിലെ വിദ്യാഭ്യാസം വേറൊരു കാര്യമാണ്. കിഴാറ്റൂർ അനിയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലയിലെ മികച്ച ബാലവേദിയായി തിരഞ്ഞെടുക്കപ്പെട്ട പരുതൂർ വായനശാലയ്ക്കുള്ള ഉപഹാരങ്ങൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം ഉണ്ണികൃഷ്ണൻ കൈമാറി. അലനല്ലൂരിലെ എഴുത്തുകാരെയും ചടങ്ങിൽ ആദരിച്ചു. KA സുദർശനകുമാർ അധ്യക്ഷനായി. V. അബ്ദുൽ സലീം, P. മുസ്തഫ, VO കേശവൻ, PM മധു, അബ്ദുൾ മനാഫ് ആര്യാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട് കോടതിപ്പടിയിലെ പഴേരി വ്യാപാര സമുച്ചയത്തിൽ നിർമ്മിച്ച മറിയം മസ്ജിദ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിലെത്തുന്നവർക്ക് പ്രാർത്ഥനയ്ക്ക് സൗകര്യമൊരുക്കിയ പഴേരി ഷെരീഫ് ഹാജിയുടെ സൽപ്രവൃത്തി മാതൃകാപരമാണെന്ന് തങ്ങൾ പറഞ്ഞു. أشهد أن محمدا رسول الله أشهد أن محمدا رسول الله. കോംപ്ലക്സിലെ വിവിധ സ്ഥാപനങ്ങളിലെ 700ഓളം വരുന്ന ജീവനക്കാർക്കും സ്ഥാപനങ്ങളിൽ വരുന്നവർക്കും പ്രാർത്ഥിക്കാനായാണ് പള്ളി നിർമ്മിച്ചത്. പുരുഷന്മാർക്ക് മുകളിലും സ്ത്രീകൾക്ക് താഴെയുമായി വിശാലമായ നിസ്കാരപ്പള്ളിയാണ് ഒരുക്കിയിട്ടുള്ളത്. കോംപ്ലക്സ് ഉടമ പഴേരി ഷെരീഫ് ഹാജിയുടെ മാതാവ് മറിയ ഹജുമ്മയുടെ ഓർമ്മയ്ക്കായാണ് മറിയം മസ്ജിദ് എന്ന് നാമകരണം നടത്തിയത്. ലുഹർ നിസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പള്ളി ഉദ്ഘാടനം ചെയ്തു. പള്ളി നിർമ്മാണത്തിലൂടെ മഹത്തായ കാര്യമാണ് ഷെരീഫ് ഹാജി ചെയ്തതെന്ന് തങ്ങൾ പറഞ്ഞു. വളരെ സന്തോഷകരവും ആഹ്ലാദകരമായ നിമിഷങ്ങളിൽ നിന്നാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. മണ്ണാർക്കാട് ടൗൺ ഹൃദയഭാഗത്ത് പഴേരി കോംപ്ലക്സിനകത്ത് ഇവിടെ വ്യാപാരികൾക്കും അതുപോലെ എത്തിച്ചേരുന്ന സഹോദരങ്ങൾക്കും നമസ്കാരം നിർവഹിക്കുന്നതിന് സൗകര്യമൊരുക്കി ഇന്നിവിടെ ബഹുമാനപ്പെട്ട ഷെരീഫ് ഹാജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാവ് മറിയം ഹജമ അവരുടെ നാമധേയത്തിൽ മസ്ജിദ് മറിയം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും പുണ്യമേറിയ വിശുദ്ധ റമദാൻ ആഗതമാവുകയാണ്. ഈ അവസരത്തിൽ തന്നെ ഇങ്ങനെയൊരു മുഹൂർത്തം ലഭിച്ചതിൽ എല്ലാം കൊണ്ടും നാം ഭാഗ്യവാന്മാരാണ്. പഴേരി ഷെരീഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് പിന്നെ ഇതില് മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനുണ്ട്, ഹിന്ദു ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ആ മത സൗഹാർദ്ദത്തിന്റെ പേരില് ഞാൻ ഉസ്താദിനോട് സാദിഖലി തങ്ങളോട് സംസാരിച്ചപ്പോ നമുക്ക് പഴേരി മസ്ജിദ് ഉമ്മയുടെ പേര് ഇങ്ങനെ മറിയം ആണ്, മറിയം എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പൊ മറിയം മസ്ജിദ് എന്ന് പേരിടാന്ന് തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മള് ഇത് അങ്ങനെ മറിയം മസ്ജിദ് എന്ന് ഇട്ടത്. ഉമ്മ മരണപ്പെട്ടു പോയിട്ട് 8 വർഷമായി. അത് ഇതിന്റെയൊക്കെ പിന്നെ ഇവിടെ ആര് നിസ്കരിക്കുന്നുണ്ടോ അതിന്റെ പ്രതിഫലം ഉമ്മയുടെ കബറിൽക്കും വാപ്പാടെ കബറിൽക്കും ഞങ്ങളെ കുടുംബത്തിന്റെ ഒക്കെ അതിലേക്കൊക്കെ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നെയ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇതിലേക്കൊക്കെ ചെയ്യാൻ പുറപ്പെട്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. N. ഷംസുദ്ദീൻ MLA, നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ, കരീം പഴേരി, കൊടക്കാട് ഇമ്പിച്ചിക്കോയ തങ്ങൾ, TS സിദ്ദീഖ്, ഡോക്ടർ KA കമ്മാപ്പ, റഷീദ് അലായൻ, TS സലാം, KC അബ്ദുറഹ്മാൻ ദാരിമി, ഇസഹാബ് സാമിയ, KP അക്ബർ ഫേമസ്, അബുബക്കർ ബാവി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും നടത്തി. Gracias.
താമസ സ്ഥലത്ത് ഒഡീഷ യുവതി ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. തുവൂരിൽ അടയ്ക്കാക്കളത്തിൽ ജോലി ചെയ്യുന്ന ഒഡീഷ്യ യുവതിയാണ് താമസ സ്ഥലത്ത് ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയത്. തുവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പ്രൈമറി ഹെൽത്ത് നഴ്സ് ലിജി ജോർജിൻ്റെയും ആശാവർക്കർ പ്രസന്നയുടെയും ഇടപെടലിൽ അമ്മയും കുഞ്ഞുങ്ങളും സുരക്ഷിതരായി. ഒഡീഷയിലെ രഘുബാരി സ്വദേശിനി ജുറുളുമാജി വെള്ളിയാഴ്ചയാണ് താമസസ്ഥലത്തെ തറയിൽ പ്രസവിച്ചത്. താമസസ്ഥലത്ത് പ്രസവം നടന്ന വിവരം അറിഞ്ഞാണ് ലിജി എത്തി കുട്ടികൾക്കും അമ്മയ്ക്കും പ്രാഥമിക പരിചരണം നൽകിയത്. 2024 സെപ്റ്റംബറിലാണ് ലിജി ഗർഭിണിയായ ജുറുളുമാജിയെ കണ്ടത് മുതൽ പരിചരണം നൽകി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയ സ്കാനിങ്ങിൽ ഇരട്ട കുട്ടികളെയാണ് യുവതി ഗർഭം ധരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമായി. ഹിന്ദി പോലും അറിയാത്ത ജുറുളുമാജിയുടെ കുടുംബവുമായിട്ടുള്ള ആശയവിനിമയം വലിയ പ്രയാസമുണ്ടാക്കി. ഒഡീഷ്യ ഭാഷ മാത്രം സംസാരിക്കുന്ന യുവതിയോടും കുടുംബത്തിനോടും പ്രസവത്തിന് നാട്ടിലേക്ക് പോകാൻ നിർദ്ദേശിച്ചെങ്കിലും അനുസരിക്കാൻ തയ്യാറായില്ല. കൃത്യമായ തീയതി അറിയാത്തതിനാൽ ആരോഗ്യവകുപ്പിന് മുൻകരുതൽ എടുക്കാനും കഴിഞ്ഞില്ല. വേദന അനുഭവപ്പെട്ടാൽ വിവരം അറിയിക്കണം എന്ന നിർദ്ദേശം പോലും പാലിച്ചില്ല. അടയ്ക്കാക്കളം ഉടമയാണ് ജുറുളുമാജി പ്രസവിച്ച വിവരം ലിജിയെ അറിയിച്ചത്. വെള്ളിയാഴ്ച പകൽ 10:50 ആൺകുട്ടിക്ക് ജന്മം നൽകുകയും 11:30 പെൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. അശാസ്ത്രീയമായ രീതിയിൽ പുക്കിൾക്കൊടി മുറിച്ചതടക്കം നിരവധി ഗുരുതര വീഴ്ചകൾ വരുത്തി വെച്ചതിനാൽ പ്രസവശേഷം എത്തിയ ലിജി ആദ്യം അമ്മയ്ക്ക് നൽകേണ്ട പ്രാഥമിക പരിചരണം പെട്ടെന്ന് പൂർത്തിയാക്കി. പെൺകുട്ടിക്ക് തൂക്കക്കുറവ് ഉൾപ്പെടെ അനുഭവപ്പെട്ടതിനാൽ മതിയായ പരിചരണം നൽകുന്നതിന് 3 പേരെയും ലിജി ആശാപ്രവർത്തക പ്രസന്നയുടെ സഹായത്തോടെ ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അമ്മയുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ലിജിയും പ്രസന്നയും മടങ്ങിയത്. പിന്നെ ഇവർക്ക് ഒറീസ ഭാഷയാണ്, മലയാളം ഹിന്ദി ഇവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് സാറുണ്ട്. സാറിൻ്റെ സഹായത്തോടു കൂടിയാണ് അവരുടെ കുറേ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിച്ചത്. അങ്ങനെ നമ്മളെല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്ത് പിന്നെ ഇവരെ മഞ്ചേരിക്ക് വിടാൻ വേണ്ടി സ്കാൻ ചെയ്യണം. ഇവർ കറക്റ്റ് ഡേറ്റ് അറിയില്ല, എന്നാണ് LMB എന്നുള്ളത്, ലാസ്റ്റ് മെൻസസ് പീരീഡ് എന്നാന്ന് ഇവർക്ക് അറിയില്ല. അപ്പോൾ അതിനുവേണ്ടി സ്കാനിങ്ങിന് പോകാൻ വേണ്ടി ഇവർ പോവില്ലായിരുന്നു. അവസാനം നമ്മൾ ഇവരുടെ ഓണറായിട്ട് കണ്ടു. ഓണറുടെ വലിയൊരു സഹായത്തോടു കൂടിയാണ് വണ്ടി അറേഞ്ച് ചെയ്തൊരു മഞ്ചേരി പോയത്. അങ്ങനെ മഞ്ചേരി പോയി സ്കാനിങ് എല്ലാം ചെയ്ത് വന്നു. എൻ്റെ സൂപ്പർവൈസർ അമ്പിളി സിസ്റ്റർ PHN സിസ്റ്ററോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സിസ്റ്റർ നിർദ്ദേശപ്രകാരം വേണ്ട കാര്യങ്ങളെല്ലാം ഇവർക്ക് കൊടുത്തു. അതുപോലെ ഞാനിപ്പോൾ തൂര് PSC ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ആ ഏരിയ കൂടിയാണ് മാക്സിമം പോകാറ്. അപ്പോൾ നമ്മൾ സ്കാൻ കഴിഞ്ഞപ്പോൾ ഒരു ട്വിൻസാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിവരോട് നാട്ടിൽ പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇവർക്ക് വേറെ ആരും ഇല്ല. അപ്പോൾ അവർ അത് പോകാനായിട്ട് വില്ലിങ് ആയില്ല. അങ്ങനെ ഇവർക്ക് പെയിൻ വന്നു, പ്രസവിച്ചു. ഇവർക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ സദാസമയം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രസന്ന ആശാവർക്കർ പോകുന്ന സമയത്ത് ആ റിപ്പോർട്ടുകളെല്ലാം എനിക്ക് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ കെയറും നമ്മളിവർ കൊടുത്തതാണ്. 2 TT കൊടുത്തു, അയണും കാൽസ്യം കൊടുത്തു, മഞ്ചേരി വിട്ട് സ്കാൻ ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. അങ്ങനെ ഡെലിവറി ആയി. അതിൻ്റെ ഓണറാണ് ഞങ്ങളെ വിളിച്ചത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഓടി അവിടെ വന്നു. വേണ്ട കാര്യങ്ങളും പ്രഥമ ശുശ്രൂഷകളെല്ലാം കൊടുത്തു. അപ്പോൾ തന്നെ 108 വിളിച്ചു. ഞാൻ ആദ്യം കരുവാരൂരിലാണ് വർക്ക് ചെയ്തത്. കരുവാരൂരിൽ 108 തന്നെയാണ് നമ്മൾ വിളിച്ചത്. അങ്ങനെ ഞാനും ആശയും കൂടി ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിച്ചതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ ഭയക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു കുട്ടിക്ക് ചെറിയൊരു ഹാർട്ട് ബീറ്റിൻ്റെ പ്രശ്നമുണ്ട്. ആ കുട്ടി ഇപ്പോൾ നിലവിൽ ICUവിലാണ്. എന്തായാലും അമ്മയും കുട്ടികളും സുരക്ഷിതരായിരിക്കും. ആദിവാസി യുവതികളുടെ അടക്കം പലർക്കും പ്രസവ സുരക്ഷ ഒരുക്കുന്നതിൽ ഇടപെട്ട ലിജിയുടെ സഹായം തന്നെയാണ് ഒഡീഷ്യ യുവതിക്കും മക്കൾക്കും കാവലായി മാറിയത്. ന്യൂസ് ബ്യൂറോ, തുവൂർ. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പാണ്ടിക്കാട് ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ 5-ൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് ജേതാക്കളായി. ഫൈനലിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തിയാണ് ലിൻഷ മെഡിക്കൽസ് ജേതാക്കളായത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ 22 ടീമുകളാണ് പങ്കെടുത്തത്. ഒരു മാസക്കാലം പാണ്ടിക്കാടിന് കാൽപന്ത് കളിയുടെ ഉത്സവരാവുകൾ സമ്മാനിച്ച ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേള സീസൺ 5-ന് ഉജ്ജ്വല സമാപനം.
കക്കുളം ഹൈസ്കൂൾ പടിയിലെ ഗാലക്സി ക്ലബ്ബ്, പടാരക്കുന്നിലെ വൈജയസ് ക്ലബ്ബ്, പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA കമ്മിറ്റി എന്നിവ സംയുക്തമായി ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മേള നടന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നടത്തിയ മേള സംഘാടനം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 22 ടീമുകളാണ് മേളയിൽ പങ്കെടുത്തത്. ഫൈനലിൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിൽ ഏറ്റുമുട്ടി. ഫൈനൽ പോരാട്ടത്തിന്റെ സർവ്വ ആവേശവും നിറഞ്ഞ മത്സരത്തിന്റെ നിശ്ചിത സമയത്തിനുള്ളിൽ ഇരു ടീമുകളും 3 ഗോളുകൾ വീതം സ്കോർ ചെയ്ത് സമനില പാലിച്ചതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. തുടർന്ന് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് ജേതാക്കളായി. ഫൈനൽ മത്സരം കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സലാഹുദ്ദീൻ മമ്പാട് ഉദ്ഘാടനം ചെയ്തു. റെഡ് കളർ ജേഴ്സിയും സാറ കൺവെൻഷൻ സെന്റർ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട്. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ P. ഫൈസൽ ബാബു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സദക്കത്ത്, സ്ഥിരം സമിതി അധ്യക്ഷൻ P. സുനീർ, അംഗങ്ങളായ കൊരമ്പയിൽ ശങ്കരൻ, P. സലീൽ, സ്കൂൾ PTA പ്രസിഡന്റ് കുഞ്ഞിമുഹമ്മദ് കൊടശ്ശേരി, AT ഉമ്മർ, അഷ്റഫ് പിലാക്കൽ, സക്കീർ പൊടുവണ്ണി, C. ഇബ്രാഹിം, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ വികസന ഫണ്ടിലേക്ക് 1.5 ലക്ഷം രൂപയുടെ കൈമാറ്റവും ടൂർണമെന്റിന്റെ വിജയത്തിനായി പ്രയത്നിച്ചവർക്കുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. വിരമിക്കുന്ന അധ്യാപകർക്കും NSS വളണ്ടിയേഴ്സിനും യാത്ര അയപ്പൊരുക്കി ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് യാത്രയയപ്പ് ഒരുക്കിയത്. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 2024-25 അധ്യയന വർഷത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്കും 2ാം വർഷ NSS വളണ്ടിയേഴ്സിനുമാണ് സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് ഒരുക്കിയത്. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിദ്യാലയത്തിൽ നിന്നും വിട പറയുന്ന മലയാളം അധ്യാപികയായ മാധവിക്കുട്ടി KC, ഭൗതികശാസ്ത്രം അധ്യാപികയായ റെജീന AM, ഹിന്ദി അധ്യാപകനായ മോഹനദാസൻ V എന്നിവർക്കും 2ാം വർഷ NSS വളണ്ടിയേഴ്സിനുമാണ് സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ സലീം, NSS പ്രോഗ്രാം ഓഫീസർ അൽഫീന സെബാസ്റ്റ്യൻ, സീനിയർ അധ്യാപകൻ സുധീർ M, സ്റ്റാഫ് സെക്രട്ടറി ദീപക് GR, അധ്യാപകരായ അബ്ദുൽ നാസർ, ബിന്ദു, തേജസ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയും ലയൺസ് ക്ലബ് ഇന്റർനാഷണലും ചേർന്ന് മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നടപ്പാക്കുന്ന മിഴിവ് വിഷൻ പ്രൊജക്ട് തുടങ്ങി. കാഴ്ച വൈകല്യങ്ങൾ നേരിടുന്നവർക്ക് പിന്തുണയും സേവനങ്ങളും ലഭ്യമാക്കുകയാണ് മിഴിവ് പദ്ധതിയുടെ ലക്ഷ്യം. 1 വർഷം നീണ്ടുനിൽക്കുന്ന ഈ പദ്ധതി നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318ഡിയും അൽസലാമ കണ്ണാശുപത്രിയും സംയുക്തമായാണ് മിഴിവ് വിഷൻ പ്രൊജക്ട് നടപ്പാക്കുന്നത്. കാഴ്ചയുടെ പ്രാധാന്യവും അവബോധവും സൃഷ്ടിക്കുന്ന വിവിധ പരിപാടികളോടൊപ്പം നേത്രചികിത്സയുമായി ബന്ധപ്പെട്ട സൗജന്യ സേവനങ്ങളും ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 1 വർഷം നീണ്ടു നിൽക്കുന്ന മിഴിവ് വിഷൻ പ്രൊജക്ട് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണിന്റെ കാഴ്ച പോലെ പ്രധാനമാണ് സമൂഹത്തെ കാണുക എന്നത്. സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കാണ് അൽസ്ലാമയും ലയൺസ് ക്ലബ്ബ് മിഴിവ് വിഷനിലൂടെ നേതൃത്വം നൽകുന്നതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഒരു ഒട്ടേറെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മുടെ നാട് മാറണമെന്നും സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ലഭിക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ നമ്മൾ വ്യക്തിപരമായിട്ടും നമ്മുടെ അവനവൻ്റെ വ്യക്തിത്വത്തെ കൂടുതൽ പ്രകാശമാനമാക്കുക എന്നത് പ്രധാനമാണ്. കണ്ണിൻ്റെ കാഴ്ച പോലെ പ്രധാനമാണ് സമൂഹത്തെ നോക്കാനുള്ള ഒരു കണ്ണുണ്ടാവുക എന്നത്. രണ്ടും കണ്ണാണ്. നമുക്ക് മനസ്സിലൊരു കണ്ണ് വേണം നമ്മുടെ 2 കണ്ണുകൾക്ക് പുറമെ. അപ്പോൾ ആ 2 കണ്ണുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നതാണ് എൻ്റെ സന്തോഷം.
നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ പോലും ഇപ്പോൾ പ്രത്യേകിച്ചും ഡയബറ്റിക്, പലതരത്തിലുള്ള ഡയബറ്റിക് വരുന്നു, കാഴ്ചയെ ബാധിക്കുന്നു, നെർവ് സിസ്റ്റത്തെ ബാധിക്കുന്നു, പല ആളുകൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇതൊക്കെ നേരത്തെ നമുക്ക് കണ്ടെത്തിയാൽ ചികിത്സിക്കാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ. ഇപ്പോൾ വളരെ ചെറിയ കുട്ടികളിൽ പോലും കാഴ്ചയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ടാകും. ഇത് വളരെ ശക്തമായി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മിഴിവ് എന്ന പേരിലാണ് ഇവിടെ വിഷൻ പ്രൊജക്റ്റ് എന്ന നിലക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. ലേൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3180യുടെ നിയുക്ത ഗവർണർ KM അനിൽകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മലപ്പുറം ജില്ലയിലെ ലേൺസ് പ്രസ്ഥാനം പെരിന്തൽമണ്ണ അൽസലാമ ഹോസ്പിറ്റലുമായി സഹകരിച്ച് മിഴിവ് എന്നൊരു പദ്ധതി ഇന്നിവിടെ MOU സൈൻ ചെയ്യാൻ പോവുകയാണ്. മിഴിവെന്നാൽ 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്കും അല്ലാത്ത കുട്ടികൾക്കും കാഴ്ച പരിമിതിയുള്ളവർക്ക് അവരുടെ കാഴ്ച പരിമിതി മാറ്റുന്നതിന് വേണ്ടിയുള്ള മെഡിക്കൽ എയ്ഡ് നൽകുകയും അവർക്ക് ഫ്രീ ആയി കണ്ണട നൽകുകയും അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും എന്നതാണ് ഈ മിഴിവ് എന്ന പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഏകദേശം 30,000-ഓളം തിമിര ശസ്ത്രക്രിയയാണ് ഞങ്ങൾ ഈ വർഷം നടത്തി കഴിഞ്ഞിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ ലയൺസ് പ്രസ്ഥാനം സ്വന്തമായ ഒരു ഹോസ്പിറ്റലില്ലാത്തതുകൊണ്ട് ഇതുപോലെ അൽസലാമ പോലത്തെ സ്വകാര്യ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ സഹകരിച്ചുകൊണ്ടാണ് ഇത്തരം പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യമായാണ് മലപ്പുറം ജില്ലയിൽ ഇങ്ങനൊരു പ്രോജക്റ്റ് ഞങ്ങൾ നടപ്പാക്കുന്നത്. അതിന് മുന്നോട്ട് വന്ന അൽസലാമ ഹോസ്പിറ്റലിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അടുത്ത വർഷം മലപ്പുറം ജില്ലയെ തിമിരവിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട നടപടികൾ ഞങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനും കുട്ടികൾ ഉൾപ്പെടെ കാഴ്ചാ വൈകല്യങ്ങളുള്ള മുഴുവൻ പേരിലേക്കും മിഴിവ് വിഷൻ പദ്ധതിയുടെ ഗുണം എത്തിക്കുക എന്നത് പ്രധാന ഉദ്ദേശമാണെന്ന് ഡിസ്ട്രിക്ട് ഗവർണർ KM അനിൽകുമാർ പറഞ്ഞു. അൽസലാമയുമായി ചേർന്ന് മലപ്പുറം ജില്ലയെ തിമിരവിമുക്ത ജില്ലയാക്കി മാറ്റുന്ന പദ്ധതിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൂടുതൽ സാധാരണക്കാരിലേക്ക് നേത്രചികിത്സ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 365 ദിവസത്തെ പദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നതെന്ന് ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ വ്യക്തമാക്കി. അൽസലാമ ഐ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയും ഇൻ്റർനാഷണൽ ലയൺസ് ക്ലബിൻ്റെ മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയായിട്ടുള്ള അവരുമായിട്ട് ഇന്ന് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ്, അതുപ്രകാരം അടുത്ത 365 ദിവസം ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കണ്ണ് പരിശോധന, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്, ഇതാണ് അഗ്രിമെൻ്റാണെന്ന് സൈൻ ചെയ്തിട്ടുള്ളത്. 365 ദിവസം ഏത് സമയത്തും അവർ പറഞ്ഞു വിടുന്ന, അഥവാ ലയൺസ് ക്ലബിൻ്റെ ലെറ്ററോട് കൂടി വരുന്ന, അവരുടെ പെർമിഷനോട് കൂടി വരുന്ന ആൾക്കാർക്ക് ഇവിടെ കൺസൾട്ടേഷൻ മൊത്തം ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് സർജറിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെല്ലാം സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും അവർക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത്. ലയൺസ് ക്ലബിനെ കുറിച്ച് അവർ ക്ലബിൻ്റെ ആൾക്കാരെന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് അന്ധത നിവാരണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ എന്ന് വെച്ചാൽ ഈ ഏരിയയിലെ ആദ്യത്തെ പ്രഥമ കണ്ണാശുപത്രിയും 20-21 കൊല്ലത്തെ സേവന പരിചയവുമുള്ള ഒരാശുപത്രി എന്ന നിലക്കാണ് ഞങ്ങളെ അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുമിച്ച് പ്രവർത്തിച്ച് മലപ്പുറം ജില്ലയെ, അത് പാലക്കാട് ജില്ലയും തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാഗത്തെയും അന്ധതാ വിമുക്ത അല്ലെങ്കിൽ തിമിര വിമുക്ത മേഖലയാക്കി മാറ്റാനുള്ള പ്രയത്നത്തിൻ്റെ ഒരു തുടക്കമാണിത്. മിഴിവ് വിഷൻ പ്രൊജക്ട് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലേൺ പ്രദീപ് കുമാർ, ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് സെക്കൻഡ് വൈസ് ഗവർണർ KP റഹ്മാൻ, ലേഡീസ് വിംഗ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കൊച്ചു S മണി, സോണൽ ചെയർപേഴ്സൺ ഡോക്ടർ നെയ്മു റഹ്മാൻ, ഡിസ്ട്രിക്ട് ചെയർമാൻ അഡ്വക്കേറ്റ് ബെന്നി തോമസ്, ലത്തീഫ് എവറസ്റ്റ്, ലയൺസ് എഞ്ചിനീയർ പ്രസാദ്, അൽസലാമ വൈസ് ചെയർമാൻ അഷ്റഫ് കീഴ്ശ്ശേരി, ഡയറക്ടർമാരായ നാസർ ചോലയ്ക്കൽ, സെയ്ദ് അലി അനമങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, പിന്നോക്ക പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കാഴ്ചയുമായി ബന്ധപ്പെട്ട സൗജന്യ സ്ക്രീനിങ്ങുകൾ, പരിശോധനകൾ, സൗജന്യ ചികിത്സ, കണ്ണട വിതരണം ഉൾപ്പെടെയുള്ള വിവിധ സേവന പരിപാടികൾ മിഴിവ് വിഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി നടക്കും. മിഷൻ കോർഡിനേറ്റർ പ്രദീപ് മേനോൻ പദ്ധതി വിശദീകരിച്ചു.
കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലും കാഴ്ച പരിമിതികളുള്ള ആളുകളെ കണ്ടെത്തി നമ്മൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ തിമിര ശസ്ത്രക്രിയ സൗജന്യമായി നൽകുക, അതുപോലെ തന്നെ ഈ നമ്മുടെ കുട്ടികളുടെ സ്കൂളിലുള്ള കുട്ടികളുടെ അന്ധതത്തിന് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നമ്മൾ കാഴ്ച പരിശോധിച്ച് ഏകദേശം ഇപ്പോൾ അതിൻ്റെ തന്നെ സൈറ്റ് ഫോർ കിഡ്സ് എന്നുള്ളൊരു പദ്ധതി കൂടി ഇതിനോടുകൂടി ചേർന്ന് ഏകദേശം 4000 ജില്ലാനും സ്കൂളുകൾ നമ്മൾ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലെ വിദ്യാലയങ്ങളിൽ ഉള്ള കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് കണ്ണട സൗജന്യമായി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോങ്കണ്ണുള്ള കുട്ടികൾക്ക് അവർക്കുള്ള സൗജന്യമായ കോങ്കണ്ണിൻ്റെ ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ട്. മിഴിവ് എന്ന പ്രൊജക്റ്റുമായി അൽസലയുമായിട്ട് ഇന്ന് ഇവിടെ നടക്കുന്നത് 365 ദിവസവും BPL കാർഡുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് കാഴ്ച പരിശോധന, അതുമാത്രമല്ല സൗജന്യമായിട്ട് തിമിര ശസ്ത്രക്രിയയും അതിനുള്ള സംവിധാനവും ഇവിടെ അൽസലാമയുമായിട്ട് ഇന്ന് ലയൺസ് ക്ലബ്ബ് ഒത്തുചേർന്ന് ഇന്നു മുതൽ ഇത് നടപ്പാക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി ഒറ്റപ്പാലം കനിഹ വെഡ്ഡിംഗ് സെന്ററിൽ പൂരം, റംസാൻ, വിഷു പ്രമാണിച്ച് വസ്ത്രങ്ങൾക്ക് വൻ വിലക്കുറവ്. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ഇത്തവണയും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വസ്ത്രവിപണന രംഗത്ത് ഒറ്റപ്പാലത്തിന്റെ മുഖമുദ്രയായി മാറിയ കനിഹ വെഡ്ഡിംഗ് സെന്ററിലാണ് പൂരം, റംസാൻ, വിഷു പ്രമാണിച്ച് ഏറ്റവും വില കുറവിൽ കൂടുതൽ ഗുണമേന്മയുള്ള ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ വൻ കളക്ഷൻ തന്നെയാണ് കനിഹയിൽ എത്തിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും മനസ്സിനിണങ്ങിയ ലേറ്റസ്റ്റ് ഡിസൈനുകൾ തന്നെയാണ് കനിഹ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഡിസൈനുകളിലുള്ള പാൻറ്റുകൾ, ഷർട്ടുകൾ, സാരികൾ, ചുരിദാറുകൾ, ടോപ്പുകൾ, നൈറ്റികൾ, ടീഷർട്ടുകൾ, മുണ്ടുകൾ, സെറ്റ് സാരികൾ, സെറ്റ് മുണ്ടുകൾ, പട്ടുപാവാടകൾ, ഇന്നർവെയറുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം തന്നെയാണ് ഉപഭോക്താക്കൾക്കായി കനിഹ ഒരുക്കിയിരിക്കുന്നത്. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടുകളും കനിഹയിൽ ലഭ്യമാണ്. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഏറ്റവും വില കുറവിലാണ് കനിഹ നൽകുന്നതെന്ന് കസ്റ്റമേഴ്സ് പറഞ്ഞു. ഞാൻ ഇവിടെ സ്ഥിരമായിട്ടുള്ളൊരു കസ്റ്റമറാണ് കനിഹയുടെ. ഞാൻ ഇതിനു മുമ്പ് കോയമ്പത്തൂരായിരുന്നു മുമ്പ്. അവിടെ നല്ല പോത്തീസിലൊക്കെ പോകാറുണ്ട്. പക്ഷെ അതിന് ഈക്വലായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കടയാണ് കനിഹ. ഇവിടുത്തെ സർവീസ് ആയാലും വേണ്ടില്ല, ഇവിടുത്തെ ചോയ്സ് ആയാലും വേണ്ടില്ല, വെറൈറ്റി സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ വേറെ എങ്ങോട്ടും സാധാരണ പോകാറില്ല. സ്ഥിരം കനിഹ വന്നിട്ട് തന്നെയാണ് സാധനം എടുക്കുന്നത്. പുതിയ ട്രെൻഡിംഗ് കളക്ഷനുകളും ഓഫറുകളും നേരിട്ടറിയാൻ എല്ലാ ഉപഭോക്താക്കളെയും കനിഹയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി മാനേജർ KK മാങ്കൂർഷി പറഞ്ഞു. കനിഹയിലെ ഇപ്രാവശ്യം പൂരം, റംസാൻ, വിഷു പ്രമാണിച്ചിട്ടുള്ള അഫോർഡബിൾ പ്രൈസിലുള്ള ഐറ്റം വന്നിട്ടുണ്ട്. ട്രെൻഡി ഐറ്റം ഉണ്ട്, ബോയ്സ്, ഗേൾസ്, ടോപ്പ്, സാരി, എല്ലാവരും നല്ല പുതിയ പുതിയ ഐറ്റംസും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കനിഹയിൽ വന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പൂരം, റംസാൻ, വിഷു ആശംസകൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ചൊല്ലി താലൂക്ക് വികസന സമിതി യോഗത്തിൽ വീണ്ടും തർക്കം. ആശുപത്രിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി അംഗങ്ങൾ സൂപ്രണ്ടിനെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി. നഗരസഭാ ചെയർപേഴ്സണും സൂപ്രണ്ടും തമ്മിൽ യോഗത്തിൽ വാഗ്വാദം. പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊല്ലുന്ന കാട്ടുപന്നികളെ വിൽപ്പന നടത്താൻ നിയമ ഭേദഗതി വേണമെന്ന മണ്ണാർക്കാട് താലൂക്ക് വികസന സമിതിയിൽ ആവശ്യം. കുടിവെള്ളക്ഷാമം നേരിടാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകി പട്ടാമ്പി താലൂക്ക് സമിതി. ഒറ്റപ്പാലത്തെ സ്വകാര്യ ITIയുടെ ക്ലാസ് മുറിയിൽ വച്ച് വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലം സഹപാഠി അടിച്ചു തകർത്തു. ഷൊർണൂർ സ്വദേശിയായ 20-കാരനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പുണ്യ റമദാനെ വരവേറ്റ് വിശ്വാസികൾ. ഇനി ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകൾ. ദാനധർമ്മങ്ങളിലും വിശ്വാസികൾ സജീവമാണ്. അലിപ്പറമ്പിൽ നവീകരിച്ച പൂവത്താണി പള്ളിക്കുന്ന് കാമ്പ്രം റോഡ് ഉദ്ഘാടനത്തെ ചൊല്ലി വിവാദം. റബ്ബറൈസ് ചെയ്ത റോഡ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് മന്ത്രി വരണ്ട എന്ന് പറഞ്ഞിട്ടില്ലെന്ന് MLA.
റോഡ് മാർച്ച് 29 പൊതുമരാമത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് CPM ഫ്ലക്സ് ബോർഡുകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.